ഹായ് കൂട്ടുകാരെ, ഇന്ന് നിങ്ങളോടൊരു മഹത്തായ സന്ദേശമാണ് പറയാൻ പോകുന്നത്. ഇന്ന് വിനയമുള്ളവരും സ്നേഹമുള്ളവരും ഇന്ന് വളരെ കുറവാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ 12 ശിഷ്യന്മാരെയും നിരത്തി കാലുകളെ കഴുകിയിട്ട് അവരോട് അരുളി ചെയ്തു, ഇതുപോലെ നിങ്ങളും തമ്മിൽ ചെയ്യുകയും എങ്കിലേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയൂ. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകിയതുപോലെ നിങ്ങളും തമ്മിൽ കാലുകളെ കഴുകി സ്നേഹമുള്ളവരെന്ന് അറിയിപ്പിക്കും. എങ്കിലേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അതുപോലെ ഇങ്ങനെയുള്ളവരെ കർത്താവായ യേശു തന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഗുരുക്കന്മാരുടെ കാല് ശിഷ്യന്മാർ കഴുകും. പക്ഷേ ഗുരു ശിഷ്യൻ്റെ കാല് കഴുകുന്നത് കർത്താവ് മാത്രമേ ഉള്ളൂ. അതെന്താണ്? അതിന് ഒരു മാതൃക കർത്താവ് കാണിച്ചു തന്നെയാണ്. എളിമയും സ്നേഹവും. ഗുരുവെന്നോ ശിഷ്യനെന്നോ ഇല്ലാതെ എളിമയാണ് അവിടെ നമുക്ക് ദർശിക്കാൻ കാണുന്നത്. എളിമയും സ്നേഹവും. അതുപോലെ നമ്മൾ എളിമയുള്ളവരും സ്നേഹമുള്ളവരുമായിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഇനി ഒരു ഗാനം കേൾക്കാം. മനമേ പക്ഷി ഗണങ്ങളുണർന്നിത പാട്ടുപാടിയിടുന്നു. മനമേ നീയും ഉണർന്നി കേശു പരനെ പാടി സ്തുതിക്കാം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി തീരുന്നു. അതു ഞാൻ ഈശോണി തന്നെ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളെരുകുന്ന കരകേറി നടകും രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ അനിനെ പോലോടിടും. ആരുമെനിക്കില്ലെന്നോ ഞാനായി തീർന്നുവെന്നു മാനസത്തിലാദി പൂണ്ടു കേറിപ്പാർ. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്തിൽ ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയായി. നാളെയെ കൊണ്ടൻ മനസ്സിൽ യവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. ദുഃഖിതനായി ഓടിപ്പോ ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെ ഓർത്തു ദൂതർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കാനും മറന്നുപോകരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.